ഹലോ, വെൽക്കം ടു രേണുക കറികളുടെ. ഞാൻ നിങ്ങളുടെ രേണു. ഇത് പുലർച്ചയ്ക്ക് ഒരു 5 മണിയാകുമ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അത് തിരുവാതിരയുടെ തലേദിവസമാണ്. അപ്പോൾ ഞാൻ തിരുവാതിരയുടെ തലേദിവസമല്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാമെന്ന്. ഇഡ്ഡലിപ്പൊടിയുടെ ഈ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ടൊന്നും അല്ല, ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, അരി ഒരു 1/4 ഗ്ലാസ് അരിയും എടുത്തു. അതിൻ്റെ പകുതിയായിട്ട് ഉഴുന്നെടുത്തു. പിന്നെ മുളക്, പിന്നെ പരിപ്പ് എടുത്തു. കടലപ്പരിപ്പാണ് ഏറ്റവും നല്ലത്. മുളകും ഉണക്കമുളകും കൂടിയിട്ടാണ് എടുത്തത്. അപ്പോൾ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉപയോഗിക്കാൻ പറ്റണതാണ്. അപ്പോൾ ഒരു നേരം നമ്മൾക്കിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴോ ദോശ ഉണ്ടാക്കുമ്പോഴോ ചട്നിയോ സാമ്പാറോ ഇല്ലെങ്കിൽ നമുക്ക് ഇത് കൂട്ടിയിട്ട് തന്നെ തിന്നാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് ദോശ പൊടി ദോശ ഉണ്ടാക്കാമെന്നാണ്. അതായത് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ പൊടി വിതറിയിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലെണ്ണയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പൊടിയും കൂടിയിട്ടാൽ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ എന്ന് പറയണത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അവിടെ വീഡിയോൻ്റെ താഴെയായിട്ട് ഒരു ബെൽ ബട്ടൺ കാണുമല്ലോ, അതൊന്ന് തൊട്ടിട്ട് ഉണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് ഞാനിടുന്ന വീഡിയോ അപ്പോഴായിട്ട് കാണാനും പറ്റും കേട്ടോ. അപ്പം നമ്മുടെ പൊടിയിലേക്കുള്ള തയ്യാറെടുപ്പ് പൊടിയെല്ലാം ആദ്യം അരി വറുത്തൊക്കെ വെച്ചു. അതിന് ശേഷം ഉഴുന്ന് ഒന്ന് നല്ലോണം വറുത്ത് മണം വരുന്ന വരെ ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് പരിപ്പും ഇട്ട് മുളകും ഇട്ട് ഉഴുന്നും അതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് അരീനെ എല്ലാം കൂടി ഒന്നും കൂടി ഇട്ടിട്ട് ചൂടാറാൻ വെച്ചിരിക്കുകയെന്ന് വറക്കാൻ. ചൂടാറി വരുമ്പോൾ നമുക്കിതിനെ മിക്സിയിൽ നല്ലോണം പൊടിച്ച് പൊടിയെല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ ആക്കി വെച്ചു. ജൂലിക്കുള്ള പാലാക്കി വെച്ചിട്ടുണ്ട്. ജൂലിക്ക് അവളുടെ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡും പാലും കൂടിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ പൊടിദോശ. അപ്പോൾ ഞാൻ രാവിലെ ഏട്ടന് പൊടിദോശയും പിന്നെ വേറെ കറിയൊന്നും അല്ലാണ്ട് ഇങ്ങനെ പൊടിദോശയായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ആ രാവിലത്തെ ആ തിരക്ക് അവരത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി മോന് തലേദിവസം നേരം വൈകിട്ടാണ് വന്നത്. അത് കാരണം അവൻ നേരം വൈകിട്ട് എണീക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതെല്ലാം ചൂടോടെ ഇതിൻ്റെ ഇടയിൽ കുളി കഴിഞ്ഞ് വിളക്ക് വയ്ക്കണം. അപ്പോൾ വിളക്ക് വയ്ക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇതിലായിരുന്നു, ഈ പാത്രത്തിലാണ് ഞാൻ എടുത്ത് വയ്ക്കാറ്. മാവെല്ലാം ഏകദേശമായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അരി ഉഴുന്നും വെള്ളത്തിലിടേണ്ട ദിവസമാണ്. പിന്നെ ഇന്ന് കായ കൊണ്ടൊരു മോര് കറിയും ഉണ്ടാക്കണം, വഴുതനങ്ങ ഉപ്പേരിയും വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേദിവസത്തെ ചീരേൻ്റെ കുറച്ചിരിപ്പുണ്ട്, അപ്പോൾ അത് ഉപ്പേരിയും വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ ഈ ചീരപ്രാന്ത് തീർന്നിട്ടില്ലെന്ന്? ഇല്ല, ചീരപ്രാന്ത് എൻ്റെത് ഒരിക്കലും തീരൂല കേട്ടോ. അപ്പോൾ ഞാൻ മോര് കറിക്ക് പച്ചമുളക് മുഴുവനോടെ കീറിയിട്ട് ഇങ്ങനെ പിളർന്ന് വീഴാണ്ടിരിക്കാൻ അങ്ങനെ ആക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ചേന മീൻ വറക്കണ പോലെ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഇതുപോലെ വട്ടനം മുറിച്ചിട്ട് അതിൽ മസാലയെല്ലാം പെരക്കി വയ്ക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം മതി, മസാലപ്പൊടി വേണ്ട കേട്ടോ. മസാലപ്പൊടി ഇട്ടാലേ വേറെ ടേസ്റ്റായി. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു. ചോറല്ലേ ഏകദേശമായി വരുന്നുണ്ട്. കുറുവരിയാണ്. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോൾ ചാക്സണിൽ ഞാൻ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഞാൻ വാർക്കും. അപ്പോൾ മീനിന് പകരം നമുക്കതായി. പിന്നെ വഴുതനങ്ങ ഉപ്പേരി വയ്ക്കുകയാണ്. വഴുതനങ്ങ ഉപ്പേരി ഞാൻ സാധാരണ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അതിൽ പച്ചമുളകും സബോള ഇട്ടിട്ട് അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പെരക്കി വയ്ക്കും. എന്നിട്ട് ഇതിന് വെള്ളം ചേർക്കാതെ ഇട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ പരിപ്പ് ആയിട്ടുണ്ട്. പരിപ്പല്ല, നമ്മുടെ പച്ചക്കായ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചതായിട്ടുണ്ട്. അതായി തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം നാളികേരം കൂടിയിട്ട് ഒന്നരച്ച് ചേർക്കുക. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിൾ കറിയാണ്. ഇതെല്ലാം റെഡിയാക്കി നമ്മളെന്താ പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ പണികൾ വളരെ സുഖമായിട്ട് തീരും. എനിക്ക് വളരെ ഇഷ്ടമാണ്
ഇങ്ങനെ നമ്മൾ പ്ലാനിങ് കൂടി ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലൊരു സുഖമുള്ള പണി വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് അടുക്കളപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. രാവിലത്തെ വിളക്ക് വയ്ക്കലും കുളിക്കലും, കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ചതിന് ശേഷം അടുക്കളയിൽ കയറുകയാണ് ഏറ്റവും സുഖകരമായ കാര്യം. അല്ലെങ്കിൽ പിന്നെ രാവിലത്തെ ഒരു തിരക്ക് കഴിയട്ടെ എന്ന് വിചാരിക്കും. രാവിലത്തെ തിരക്ക് കഴിഞ്ഞിട്ട് രാവിലെ ജോലിക്ക് പോകാനോ സ്കൂളിൽ പോകാനോ തിരക്കുള്ളവരുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ വേഗം കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് വെച്ചതിന് ശേഷം ചോറും കറിയൊക്കെ വയ്ക്കാൻ നോക്കുക. അതിലും വേറെ സുഖം നമുക്ക് ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഞാനിതാ മീൻ പൊരിക്കണ പോലെ ഞാൻ മീനിൻ്റെ ചട്ടിയിലാണ് അതിനെ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് വറുത്തത്. അല്ലാണ്ട് ദോശക്കല്ലിലല്ല, സാധാരണ ദോശക്കല്ല വറുക്കാറ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേന അവിടെ കിടന്നാകുന്നുണ്ട്. അപ്പോൾ ഈ ചേനയൊക്കെ ഏകദേശം നല്ല സ്പോഞ്ച് നല്ല കറുമുറാന്നൊക്കെ ആയി നല്ല ഒക്കെ വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമുക്ക് അതിനാണ് ഞാൻ ഈ ചട്ടി എടുത്തത്. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് മോരുകറിയാക്കാം. കടുകും കറിവേപ്പിലും കായ്മുളകും പിന്നെ ഉലുവയും കൂടി ഇട്ടിട്ട് നമുക്ക് അതിനൊന്ന് വഴറ്റിയെടുക്കുക. അതിൽ നമ്മുടെ ചേന വേവിച്ചതിന് ഇതിൽ കൊട്ടുക. എന്നിട്ട് നമുക്ക് അരവേല അരച്ചിട്ടിടുക. അത്രയും വേണ്ടു. കറിവേപ്പില ഇടാൻ മറക്കരുത്. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടുക. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഇട്ട് ഒരു തുള്ളി മുളക് പൊടി, നമ്മൾ വേവിക്കുമ്പോൾ മുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൽ ഇങ്ങനെ മുളക് പൊടി ഇടുമ്പോൾ ആ കറിക്ക് ഒരു കളർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വളവളാന്നൊരു വെള്ള കളർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ടത്. അപ്പോൾ നമ്മുടെ അരവും റെഡി ആയിട്ടുണ്ട്. ഇതിനെ എടുത്തിട്ട് നമുക്ക് ഇതിലൊഴിക്കാം. അപ്പോൾ മോൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ 2 ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ 2 ഉണ്ടാക്കി കൊടുത്താൽ ഒരെണ്ണയ്ക്ക് തിന്നാം. പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല എന്നാണ് സത്യം പറഞ്ഞാൽ. ഇതിൽ കുരുമുളക് പൊടി ഇടാൻ മറക്കരുത്. മോരുകറിയിൽ ഞാൻ ലേശം കുരുമുളക് പൊടി ഇട്ടു. അപ്പോൾ നമ്മുടെ ചേന ഉപ്പേരി ആയിട്ടുണ്ട്. ചേന പൊരിച്ചതും ആയിട്ടുണ്ട്. ഉപ്പേരി ചീര കുറച്ചുണ്ടായിരുന്നു, അത് ഉപ്പേരി വെച്ചു. അപ്പോൾ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയൊക്കെ വെച്ചു. കൈയോടെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വാഷ് ബേസിനൊക്കെ നല്ല തുടച്ചൊക്കെ വെച്ച് നമ്മളെല്ലാം ഏകദേശം പണികളായി. പൊടി ദോശയും ആക്കി വെച്ചു മോനുള്ളത്. പിന്നെ അവിടെയൊക്കെ നമ്മൾ ഒന്ന് തുടച്ചൊക്കെ റെഡി ആക്കി വെച്ച് ഗ്രൈൻഡറും പിന്നെ മിക്സിയുടെ അതും എല്ലാം തുടച്ച് നീറ്റാക്കി വെച്ചാൽ അടുക്കള നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഞാൻ ചോറുണ്ണാൻ പോട്ടെ. ഉച്ചയായി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.